So hello guys, I am Adress. Malayalam Tech Factory channel പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. So നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ 5G വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്ത്യ ഒട്ടാകെ 5G നെറ്റ്വർക്ക് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഒരു 4G ഫോൺ വാങ്ങുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മണ്ടത്തരമല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളിൽ പല ആൾക്കാരും നല്ലൊരു 5G ഫോൺ ആയിരിക്കും ഇനി അങ്ങോട്ട് നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പല സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും ഇന്ത്യയിൽ ഒരുപാടധികം 5G സ്മാർട്ട് ഫോൺസ് ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇവയിലൊക്കെ 11, 12, 13 5G ബാൻഡ്സ് ഒക്കെ ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും കുറേ 5G ബാൻഡ്സ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ട് ചെയ്യുന്നൊരു സ്മാർട്ട് ഫോൺ ആണെങ്കിൽ മാത്രമല്ലേ അതിനെ നമുക്കൊരു ട്രൂ 5G സ്മാർട്ട് ഫോൺ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയുടെ നിങ്ങൾ കാണാൻ പോകുന്നത് അണ്ടർ 15,000 to under 30,000 എന്ന് പറയുന്ന പ്രൈസ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്ന ബെസ്റ്റ് 5 ട്രൂ 5G സ്മാർട്ട് ഫോൺസ് ആണ്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ടെക്നോളജി ദിനം പ്രതി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലേ, എസ്പെഷ്യലി നമ്മുടെ സ്മാർട്ട് ഫോൺ ടെക്നോളജി. സോ ഈ അവസരം മനസ്സിലാക്കിയാണ് ഫിക്സ്കോഡ് അവരുടെ ഗാഡ്ജറ്റ് ടെക്നീഷ്യൻ കോഴ്സസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇനി അങ്ങോട്ട് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണിത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ തൊഴിൽ സാധ്യതയുള്ളൊരു കോഴ്സാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫിക്സ്കോഡിൻ്റെ ഗാഡ്ജറ്റ് ടെക്നീഷ്യൻ കോഴ്സസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് വെറും 6 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗാഡ്ജറ്റ് റിപ്പയറിങ്ങിൽ എക്സ്പേർട്സ് ആവാൻ സാധിക്കും. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കും ഇത്തരത്തിലുള്ള കോഴ്സസ് നൽകുന്ന മറ്റ് പല സ്ഥാപനങ്ങളും ഉണ്ടല്ലോ, പിന്നീട് എന്തുകൊണ്ട് ഫിക്സ്കോഡ്? കാരണം ഫിക്സ്കോഡിൽ നിങ്ങൾക്ക് കുറേ അധികം ബെനിഫിറ്റ്സ് ലഭിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഫിക്സ്കോഡിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ട്. അതായത് ടോട്ടൽ ഫീസിൽ നിന്നും 20% വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് നോക്കുവാണെങ്കിൽ 0% ഇൻട്രസ്റ്റ് വരുന്ന എഡ്യൂക്കേഷൻ ലോൺസും അവൈലബിൾ ആണ്. ഒപ്പം തന്നെ കോഴ്സ് കഴിഞ്ഞ് 3 മാസം നിങ്ങൾക്ക് ദുബായിൽ ട്രെയിനിങ് ചെയ്യാനുള്ള അവസരവും ഫിക്സ്കോഡ് ഒരുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഫിക്സ്കോഡിൽ ജോയിൻ ചെയ്യുമല്ലേ. പിന്നീട് ഫിക്സ്കോഡിന് കേരളത്തിൽ കൊച്ചിയിലും കാലിക്കറ്റിലുമായിട്ട് 2 ബ്രാഞ്ചസ് ആണുള്ളത്. എന്തായാലും 2 ബ്രാഞ്ചിൻ്റെയും അഡ്രസ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഫിക്സ്കോഡിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ കോൺടാക്ട് നമ്പറും ഒപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. സോ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് 15,000 രൂപയ്ക്ക് താഴെ വാങ്ങാൻ സാധിക്കുന്ന ബെസ്റ്റ് 5G ഫോൺ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ നമ്മുടെ ലിസ്റ്റിൽ ആകപ്പാട് ഒരൊറ്റ ഫോണാണ് വരുന്നത്. അത് മോട്ടോയുടെ G51 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് വരുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് വരുന്നത്, 6.8 ഇഞ്ചസിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു IPS LCD ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നോക്കുവാണെങ്കിൽ IP52 റേറ്റിംഗ് ലഭിക്കുന്നുണ്ട്. Qualcomm Snapdragon 480+ എന്ന് പറയുന്ന 5G ചിപ്സെറ്റാണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. 12 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ടും ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് റയർ സൈഡിലായിട്ട് നമുക്ക് 50 മെഗാപിക്സലിൻ്റെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. ഫ്രണ്ട് സൈഡിലായിട്ട് 13 മെഗാപിക്സലിൻ്റെ സെൽഫി ഷൂട്ടർ ലഭിക്കുന്നുണ്ട്. പിന്നീട് നോക്കുവാണെങ്കിൽ 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. ഇത് ചാർജ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 20 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് ഇൻബോക്സ് ആയിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. പിന്നീട് ക്ലോസ്ഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ 4GB റാമും 64GB ഇന്റേണൽ സ്റ്റോറേജും വരുന്ന വേരിയൻ്റെ പ്രൈസ് വരുന്നത് 12,249 രൂപയാണ്. പിന്നീട് എനിക്ക് ഈ സ്മാർട്ട് ഫോണിൽ തോന്നിയ കുറച്ച് നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നില്ല. പിന്നീട് ക്യാമറ പെർഫോമൻസ് വലുതായിട്ട് പ്രതീക്ഷിക്കേണ്ട, കാരണം ഒരു ആവറേജ് ലെവൽ ക്യാമറ പെർഫോമൻസ് ആണ് നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. പിന്നീട് IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്, AMOLED ലഭിക്കുന്നില്ല. സോ 5G ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നതുകൊണ്ട് തന്നെ AMOLED മറന്നേക്കുക. സോ ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയ നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നീട് നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ബഡ്ജറ്റ് ലെവലിൽ നല്ലൊരു 5G ഫോൺ വാങ്ങാൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് മോട്ടോ G51 5G എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോൺ. ഇനി നമ്മൾ അടുത്തതായിട്ട് അണ്ടർ 20,000 റുപ്പീസിൽ വാങ്ങാൻ സാധിക്കുന്ന ബെസ്റ്റ് 5G ഫോൺസ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു ലിസ്റ്റിലും ആകപ്പാട് ഒരൊറ്റ സ്മാർട്ട് ഫോൺ മാത്രമേ വരുന്നുള്ളൂ. അത് നമ്മുടെ മോട്ടോ G62 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. സോ വീണ്ടും മോട്ടോ അല്ലേ. എന്തായാലും ഈ സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് വരുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് ലഭിക്കുന്നത്, 6.55 ഇഞ്ചസിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു IPS LCD ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. സോ വളരെ നല്ല കാര്യം. പിന്നീട് നോക്കുവാണെങ്കിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. IP52 റേറ്റിംഗ് ലഭിക്കുന്നുണ്ട്. Qualcomm Snapdragon 695 എന്ന് പറയുന്ന 5G ചിപ്സിനാണ് ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. 12 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. റയർ സൈഡിലായിട്ട് 50 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട് സൈഡിലായിട്ട് 16 മെഗാപിക്സലിൻ്റെ സെൽഫി ഷൂട്ടറും ലഭിക്കുന്നുണ്ട്. പിന്നീട് നോക്കുവാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. ഇത് ചാർജ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ബോക്സിനകത്ത് തന്നെ 20 വാട്ട്സിൻ്റെ ചാർജർ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് നോക്കുവാണെങ്കിൽ ക്ലോസ്ഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ 6GB റാമും 128GB ഇന്റേണൽ സ്റ്റോറേജും വരുന്ന വേരിയൻ്റെ പ്രൈസ് വരുന്നത് 15,999 രൂപയാണ്.
അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിൽ എനിക്ക് തോന്നിയ കുറച്ച് നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ക്യാമറ പെർഫോമൻസ് അത്ര ഇംപ്രസീവ് അല്ല എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ലെവൽ ക്യാമറ പെർഫോമൻസ് ആണ് നമുക്ക് ഈ സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാറുണ്ടെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് IPS LCD ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. AMOLED ലഭിക്കുന്നില്ല. AMOLED കൊടുക്കേണ്ടതായിരുന്നു. എനിവേ എന്തായാലും നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു 5G ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയ ഓപ്ഷനാണ് മോട്ടോ G62 5G എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോൺ. സോ ഇനി നമ്മൾ നോക്കുന്നത് 25,000 രൂപയ്ക്ക് താഴെ വാങ്ങാൻ സാധിക്കുന്ന ബെസ്റ്റ് 5G ഫോൺസ് ഏതൊക്കെയാണെന്നാണ്. സോ നമ്മുടെ ലിസ്റ്റിൽ എന്തായാലും 2 സ്മാർട്ട് ഫോൺസ് വരുന്നുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോയുടെ G82 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. സോ വീണ്ടും മോട്ടോ അല്ലേ. എന്തായാലും ഈ സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് വരുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് വരുന്നത്, 6.6 ഇഞ്ചസിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന 10-bit PO LED ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. സോ വളരെ നല്ല കാര്യം. പിന്നീട് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്, ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, IP52 റേറ്റിംഗ് ലഭിക്കുന്നുണ്ട്, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറയുന്ന 5G ചിപ്സെറ്റാണ് നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. 13ഓളം 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. പിന്നീട് നോക്കുവാണെങ്കിൽ റയർ സൈഡിൽ നമുക്ക് 50 മെഗാ പിക്സലിൻ്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട് സൈഡിലായിട്ട് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ഷൂട്ടർ ലഭിക്കുന്നുണ്ട്. 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. ഇത് ചാർജ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഇൻബോക്സ് ആയിട്ട് തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ ക്ലോസ്ഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ 6GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്ന വേരിയൻ്റെ പ്രൈസ് വരുന്നത് 19,999 രൂപയാണ്. അതുപോലെ തന്നെ എനിക്ക് ഈ സ്മാർട്ട് ഫോണിൽ നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ക്യാമറ പെർഫോമൻസ് അത്ര ഇംപ്രസീവ് അല്ല. ഒരു എബോ ആവറേജ് ലെവലുള്ളൊരു ക്യാമറ പെർഫോമൻസ് ആണ് നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. ഇത് മാത്രമാണ് എനിക്ക് ആകപ്പാടെ തോന്നിയൊരു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ. അതർവൈസ് നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു 5G ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയ ഓപ്ഷനാണ് മോട്ടോ G82 5G എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോൺ. ഇനി നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്ന സ്മാർട്ട് ഫോൺ ആണ് റെഡ്മി K50i 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 6GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്ന വേരിയൻ്റെ പ്രൈസ് വരുന്നത് 24,999 രൂപയാണ്. ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനലിൽ ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രോസ് ആൻഡ് കോൺസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോയുടെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോൺ ഞാൻ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടി നല്ലൊരു സ്മാർട്ട് ഫോൺ നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് റെഡ്മി K50i എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോൺ. സോ ഇനി നമുക്ക് 30,000 രൂപയ്ക്ക് താഴെ വാങ്ങാൻ സാധിക്കുന്ന ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ നമ്മുടെ ലിസ്റ്റിൽ ആകപ്പാടെ ഒരൊറ്റ ഫോൺ മാത്രമേ വരുന്നുള്ളൂ, അത് നമ്മുടെ പോക്കോയുടെ F4 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ആണ്. സോ ഈ സ്മാർട്ട് ഫോണിൽ 6GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്ന വേരിയൻ്റെ പ്രൈസ് വരുന്നത് 27,999 രൂപയാണ്. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി തന്നെ നമ്മുടെ ചാനലിൽ ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രോസും കോൺസും ഒക്കെ പറയുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം, തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ പോക്കോ എന്ന് പറയുന്ന ഈ ബ്രാൻഡിനെ കുറിച്ചൊരു ബാഡ് ഇംപ്രഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുകയെന്ന്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോണാണ് പോക്കോ F4 5G. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പോക്കോ ഫോൺസിൽ വരുന്നത് പോലുള്ള ഇഷ്യൂസ് ഒന്നും ഇതുവരെയ്ക്കും പോക്കോ F4 5Gയിൽ വന്ന് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ 2 വർഷത്തെ വാറൻറ്റിയാണ് പോക്കോ F4 5Gക്ക് പോക്കോ നൽകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തകർപ്പൻ സ്പെസിഫിക്കേഷൻസ് ആൻഡ് ഫീച്ചേഴ്സാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് പോക്കോ F4 5G എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോൺ. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് അണ്ടർ 15,000 to 30,000 എന്ന് പറയുന്ന പ്രൈസ് കാറ്റഗറിയിൽ വാങ്ങാൻ സാധിക്കുന്ന ബെസ്റ്റ് 5 ട്രൂ 5G സ്മാർട്ട് ഫോൺസ്. സോ ഈ പറഞ്ഞ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏത് സ്മാർട്ട് ഫോണാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.